ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ അധ്യയന വർഷം ചെയ്യുന്ന കൂടുതലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അസൈൻമെൻറ്റുകളുടെ ഒരു മോഡൽ ആണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ഓരോ അസൈൻമെൻറ്റുകളും എഴുതുകയും അതിൻ്റെ മുൻപിൽ ഉള്ള ഫേസിംഗ് ഷീറ്റിൽ പേരും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് ചേർക്കുകയും വേണം. ഈ തന്നിരിക്കുന്ന ഇൻഡെക്സിൻ്റെ ഓർഡറിൽ തന്നെ എല്ലാ അസൈൻമെൻറ്റുകളും എഴുതി സെറ്റ് ചെയ്ത് ഫയൽ ചെയ്യുക. നമുക്ക് ഈ വർഷം 12 അസൈൻമെൻറ്റുകളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ അസൈൻമെൻറ്റ് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലെ പ്രധാന പ്രവർത്തനങ്ങളുടെ പ്രോസസ് ഫ്ലോ ചാർട്ട് വരയ്ക്കുക. അതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ കുറിപ്പും എഴുതണം. രണ്ടാമത്തെ അസൈൻമെന്റ് ട്രെൻഡ്സ് ഇൻ അപ്പാരൽ ആൻഡ് ഹോം ഫർണിഷിംഗ് ഇൻഡസ്ട്രി എന്ന വിഷയത്തിൽ ഒരു വിവരണം എഴുതാനാണ്. പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിച്ച് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ വർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന യൂണിറ്റിൽ നമ്മൾ പഠിച്ച എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതെല്ലാം എന്ന ഒരു ചാർട്ട് രൂപത്തിൽ വരയ്ക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ടെക്സ്റ്റൈൽ ഫൈബറുകളുടെ ക്ലാസിഫിക്കേഷൻ ചാർട്ട് വരയ്ക്കുക എന്നതാണ്. അതിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വിവിധ തരം ടെക്സ്റ്റൈൽ ഫൈബറുകളെ കുറിച്ച് ഒരു വിശദീകരണം കൂടി എഴുതണം. അഞ്ചാമത്തെ അസൈൻമെന്റ് ടൈപ്സ് ഓഫ് വീവ്സ് എന്നുള്ളതാണ്. വിവിധ തരം വീവുകളെ കുറിച്ച് ബേസിക് വീവ്സ്, പ്ലെയിൻ വീവ്, ടിൽ വീവ്, സാറ്റിൻ മുതലായവ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഓരോ വീവിംഗ് പാറ്റേണിലും വാർപ്പ് ആൻഡ് വെഫ്റ്റ് യാർണുകൾ ഏത് തരത്തിലാണ് ഇന്റർലേസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഗ്രാഫില് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ അസൈൻമെന്റിൽ ചെയ്യേണ്ടത്. ആറാമത്തെ അസൈൻമെന്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ് എന്നുള്ളതാണ്. വിവിധ തരം ഫാബ്രിക്സുകൾ, അതിൻ്റെ ഉപയോഗം എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം ഫാബ്രിക്സിൻ്റെ ചെറിയ സാമ്പിൾസ് കളക്ട് ചെയ്യുക. അത് നീറ്റായിട്ട് ഒരു A4 ഷീറ്റ് പേപ്പറിൽ ഒട്ടിക്കുക. അതിനോട് ചേർത്ത് തന്നെ ഓരോ ഫാബ്രിക്കിൻ്റെയും പ്രത്യേകതകളും അത് ഏത് ടൈപ്പ് ഫാബ്രിക് ആണ്, അതിൻ്റെ പേര് മുതലായ കാര്യങ്ങളും എഴുതി ചേർക്കുക. ഏഴാമത്തെ അസൈൻമെന്റ് ട്രിംസ് ആൻഡ് ആക്സസറീസ് എന്നുള്ളതാണ്. ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ട്രിംസും ആക്സസറീസും കളക്ട് ചെയ്യുക. അതേപോലെ അവ തരംതിരിച്ച് 2 ചാർട്ട് പേപ്പറുകളായിട്ട് ഒട്ടിക്കുകയും അവയെക്കുറിച്ച് ചെറിയ കുറിപ്പ് എഴുതുകയും ചെയ്യുക. അസൈൻമെന്റ് നമ്പർ 8 ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ഗാർമെന്റ് മാനുഫാക്ചറിംഗ്. വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ഉപകരണങ്ങളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക എന്നുള്ളതാണ് 8ാമത്തെ അസൈൻമെന്റിൽ. നമ്മളുടെ അസൈൻമെന്റ് പേപ്പർ കൂടുതൽ ഇൻഫർമേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് അതിൽ ലേബൽ ചെയ്ത ചിത്രങ്ങളോ സ്കെച്ചുകളോ കൂടി ചേർക്കാൻ മറക്കരുത്. 9ാമത്തെ അസൈൻമെന്റ് പാറ്റേൺ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. പാറ്റേൺ ഡെവലപ്മെന്റിനെ കുറിച്ചും പാറ്റേണുകൾ ചേർക്കേണ്ട ഇൻഫർമേഷൻസിനെ കുറിച്ചും എല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള പൊതുവായ പാറ്റേൺ ചിഹ്നങ്ങളും ചുരുക്കെഴുത്തുകളും എല്ലാം കാണിക്കുന്ന ഒരു ചാർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് 9ാമത്തെ അസൈൻമെന്റ്. അസൈൻമെന്റ് നമ്പർ 10 ഫ്ലോ ചാർട്ട് ടു ഓപ്പൺ ആൻഡ് പ്രിന്റ് എ വേർഡ് ഡോക്യുമെന്റ്. 10ാമത്തെ അസൈൻമെന്റിൽ നമ്മൾ പഠിച്ച വേർഡ് ഡോക്യുമെന്റ് അത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, പ്രിന്റ് ചെയ്യും എന്നുള്ളത്, അതിൻ്റെ ഓരോ സ്റ്റെപ്സ് അത് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അസൈൻമെന്റ് നമ്പർ 11 ഹസാർഡ്സ് ഇൻ ദ ഗാർമെന്റ് ഇൻഡസ്ട്രി. ഒരു വസ്ത്രനിർമ്മാണ ശാലയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും അവയ്ക്കെതിരെ നമ്മൾ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളെക്കുറിച്ചും വിശദമായ ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക എന്നുള്ളതാണ് 11ാമത്തെ അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസൈൻമെന്റ് നമ്പർ 12 നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് NAPCC. NAPCCയുടെ 8 മിഷൻസ് അത് ഒരു ചാർട്ട് ഫോം പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് 12ാമത്തെ അസൈൻമെന്റിൽ ചെയ്യാനുള്ള വർക്ക്.
That's all for now. Ensure that your assignments are organized, neat, and submitted on time. Good luck and happy learning. Thank you.